ഹലോ നമസ്കാരം. രാധാസ് ഹോംലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്തരാമാറ്റിൻ്റെ കഥ പറയാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ്. അതുപോലെ ഒരു ലൈക്കൊക്കെ തന്ന് സഹായിക്കൂ. പിന്നെ ആ ബെല്ലൈക്കണും ഒന്ന് അമർത്താൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്തരാമാറ്റിൻ്റെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദർശ് വന്നിട്ട് അനിയെ ഉപദേശിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ അനിയോട് ഇങ്ങനെ പറയും, എടാ ഞാനിന്ന് അവളുടെ അച്ഛനെ കാണാൻ പോയിരുന്നു. അവളുടെ അച്ഛൻ പറയുന്നതും കാര്യം തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ, നീ ഇപ്പോഴും നന്ദുവിൻ്റെ പിന്നാലെ നടക്കുകയാണ് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. എനിക്ക് അതിന് മുന്നിലൊന്നും പറയാൻ നിവർത്തിയില്ലാണ്ടായി എന്ന് പറയും. അപ്പോൾ പറയും, പിന്നെ ആദർശേട്ടൻ ചേച്ചി എടുത്തിട്ട് ഒരുപാട് നാൾ പിണങ്ങിയിരിക്കും, ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എപ്പോഴെങ്കിലും ആദർശേട്ടന് നയനെടുത്തിയുടെ ഇതുപോലെയുള്ള വല്ല ഫോട്ടോസും വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല ആദർശ്. നിങ്ങൾ ഒരുപാട് നാൾ പിണങ്ങിയിരുന്ന ഇപ്പോൾ സ്നേഹത്തിലായിരുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ വല്ല ഇവിടെ അനാമികയുടെ ഫോട്ടോ വന്ന പോലെ വല്ല ഫോട്ടോസും ആദർശേട്ടന് വന്നിട്ടുണ്ടോ ചോദിക്കുമ്പോൾ ആദർശൊന്നും പറയുന്നില്ല. അപ്പോൾ പറയും, എനിക്കിനി അവളെ വേണ്ട ഏട്ടാ, നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് അവളുടെ കൂടെ ഒരുമിച്ച് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു ബെഡ്റൂമിൽ രണ്ട് ഇതിലാണ് ഞങ്ങൾ കഴിയുന്നത്. അത് അവൾക്കും അറിയാം, എനിക്കും അറിയാം. അതുകൊണ്ട് ഇത് മുന്നോട്ട് പോകുന്നതിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്ന് പറയും. അപ്പോൾ അവൻ പറയും, ആദർശ് പറയും, എടാ നമ്മൾ പലർക്കും വേണ്ടിയിട്ട് പല വിട്ടുവീഴ്ചകളും ചെയ്യണം. ഇപ്പോൾ മുത്തശ്ശന് വേണ്ടിയിട്ടാണെങ്കിലും ഞാൻ മുത്തശ്ശൻ കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ടാണ് നയനയെ ഞാൻ കല്യാണം കഴിച്ചത്. അതുപോലെ മുത്തശ്ശൻ്റെ ഓരോ ആഗ്രഹങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ ജീവിച്ചത് പോലും എന്ന് പറയും. അപ്പോൾ പറയും, അതുപോലെ എനിക്ക് ഇവളെ സഹിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അവളുടെ പാട്ടിന് പോട്ടെ, അവളുടെ പാട്ടിന് വിട്ടേക്ക്, എനിക്കിനി അവളെ വേണ്ട, എനിക്ക് ഒരിക്കലും അവളുമായിട്ട് ഒരുമിച്ച് പോകാൻ പറ്റില്ല എന്ന് തീർത്ത് അനി പറയാണ്. അപ്പോൾ ആദർശന് അവിടെ ഒന്നും പറയാൻ നിവർത്തില്ല. കാരണം അനിയുടെ ജീവിതമാണ്. ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുന്ന ഒരു പെണ്ണിനെ കൂടെ കൊണ്ടു നടക്കാൻ ഒരാളും പറയില്ല. അത് അങ്ങനെ പറഞ്ഞ് അത് കഴിഞ്ഞ് പോവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയന ബെഡ്റൂമിൽ ഇരുന്നിട്ട് അവൻ്റെ ഷർട്ടുകളൊക്കെ നേരെ മടക്കി ഒതുക്കി വെക്കുമ്പോൾ അവൻ അങ്ങനെ നടന്നു വരിക. അപ്പോൾ ഇവളെ കാണുന്ന സമയത്ത് നയന സാധാരണത്തെ പോലെ തന്നെ വയ്ക്കുമ്പോൾ, നീ അവിടുന്ന് നേരെ ഇങ്ങോട്ടാണോ വന്ന് വയ്ക്കുക? ഇപ്പോൾ ഓഫീസിൽ പോയിട്ട് ബഹളം ഉണ്ടാക്കിയിട്ട്, കാരണം നീ എൻ്റെ മുന്നിൽ നിന്ന് കടന്നു പോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അവിടുന്ന് നീ ഇങ്ങോട്ടാണോ നേരെ പോകുന്ന വയ്ക്കുമ്പോൾ പറയാൻ, അല്ലാണ്ട് പിന്നെ ഞാൻ എവിടേക്ക് പോകാനാണ്? ഇതല്ലേ എൻ്റെ വീട്, എന്നെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് ഈ വീട്ടിലേക്കല്ല, ഇവിടേക്കല്ലാണ്ട് ഞാൻ വേറെ എവിടേക്കാണ് പോവുക എന്ന് ചോദിക്കുക. അപ്പോൾ പറയും, നീ ഇങ്ങോട്ട് വരികയായിരുന്നെങ്കിൽ ഞാൻ വല്ല ഹോട്ടലിൽ റൂം എടുത്തിരുന്നു എന്ന് പറയും ആദർശ്. അപ്പോൾ പറയും, ഹോട്ടലിൽ റൂം എടുക്കാനോ? അപ്പോൾ എന്നെ അത്രയ്ക്കും ആദർശനെ കാണാൻ പറ്റാണ്ടായി ചോദിക്കുമ്പോൾ, അതുകൊണ്ടാണല്ലോ വിഷുവിന് പോലും ഞാൻ നിൻ്റെ ഇടയ്ക്ക് വരാതിരുന്നത്. നന്ദു പോകുമ്പോഴും കൂടി ഞാൻ അങ്ങോട്ട് വരാവുന്നത് അതുകൊണ്ട് നിന്നെ കാണാൻ എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെയാണ് അറിയും. ഇതിന് മാത്രം വലിയ തെറ്റ് ഞാൻ എന്താ ആദർശേട്ടാ ചെയ്ത് ചോദിക്കും. അത് നിനക്കല്ലേ അറിയാം, അത് എന്താണെന്ന് പറഞ്ഞാലേ എനിക്കറിയുള്ളൂ. ഞാൻ എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ആദർശേട്ടനെ കാണാൻ വേണ്ടി വന്നത്. അപ്പോൾ ആദർശേട്ടൻ അത് കേൾക്കാൻ പോലും സൗകര്യമില്ല അറിയും. അപ്പോൾ പറയും, എനിക്ക് നിന്നെ സംബന്ധിച്ച് ഒരു വിവരവും കേൾക്കണ്ട, എനിക്ക് താല്പര്യമില്ല എന്ന് പറയും. അപ്പോൾ പറയും, അത് എന്താണെന്നാണ് എനിക്കറിയേണ്ടത്, എന്താണ് കാരണം, എന്തുകൊണ്ടാണത് താല്പര്യമില്ലാതിരിക്കുന്നത് എന്ന് പറയുമ്പോൾ, എനിക്കിപ്പോൾ അത് നിന്നോട് പറയാൻ എനിക്ക് സൗകര്യമില്ല എന്ന് പറയും. നീ എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ നിന്ന് പോ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ വളരെ മോശമായിട്ടാണ് പിന്നെ പറയുന്നത്. അപ്പോൾ ആദർശ് നയനയോട് പറയുന്നുണ്ട്. അപ്പോൾ പറയും, എൻ്റെ അമ്മയ്ക്ക് നിന്നെ കണ്ടുകൂടാണ്ടായിരുന്നല്ലോ, ഇപ്പോൾ എനിക്ക് നിന്നെ കണ്ടുകൂടാ, അതുകൊണ്ട് നീ പോയിക്കോ, നീ ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോവുകയാണെങ്കിലും എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല, അത്രയും സമാധാനമായിട്ടുള്ള എനിക്ക് തോന്നുന്നു അറിയും. അപ്പോൾ ആദർശേട്ടൻ എന്താ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെന്നൊക്കെ ചോദിച്ചാൽ അവളങ്ങനെ ആകെ ഇതായി നിൽക്കുന്നതാണ് കേട്ടോ, സങ്കടം സഹിക്കാൻ വയ്യാണ്ട് നിൽക്കുന്നതാണ്. അത് കഴിഞ്ഞ് പിന്നെ അജയനും ജയനും കൂടി ഇരുന്ന് സംസാരിക്കുക. അങ്ങോട്ട് ചെന്നിട്ട് പറയും, അപ്പോൾ അജയൻ പറയുന്നുണ്ട്, ഏട്ടാ മോളുടെ കാര്യം മഹാ കഷ്ടമാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കുമ്പോൾ പറയും, ആദർശിൻ്റെ കാര്യം ഇതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ആദർശ് പറയുന്നതാണ് ന്യായം, അവൻ്റെ ഭാഗത്ത് ന്യായമുള്ളതുകൊണ്ട് നമ്മൾ അവൻ്റെ കൂടെ നിൽക്കല്ലേ വേണ്ടത്. ഇനിയിപ്പോൾ കുറച്ച് സങ്കടപ്പെട്ട് അല്ലാണ്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പറയും, പിന്നെ ഇനി എന്താ മുന്നോട്ട് നമ്മൾ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞവരുണ്ടാവും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ അച്ഛനും അമ്മയും ഒക്കെ ഇപ്പോൾ നയനയ്ക്ക് ഇതായിട്ടാണല്ലോ പറയേണ്ടത്. അവരും ഒന്നും പറയുന്നില്ല. ഇപ്പോൾ ദേവേടത്തിക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും, അവൾക്ക് വേണ്ടി നയനമോൾക്ക് വേണ്ടി റെക്കമെൻഡേഷൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും. അപ്പോഴേക്കും നയന അങ്ങോട്ട് വരികയാണ്. വളരെ സങ്കടമായിട്ട് വരുമ്പോഴാണ് അപ്പോൾ വന്ന് ജയനോടും പറയുകയാണ്, അച്ഛാ ഞാൻ എന്താ ചെയ്യേണ്ടത്, ആദർശേട്ടൻ ആകെ ദേഷ്യത്തിലാണ്, എന്താണ് എന്നെ സംബന്ധിച്ചുള്ളൊരു കാര്യം പോലും പറയാൻ ആദർശേട്ടൻ സമ്മതിക്കുന്നില്ല
എന്നൊക്കെ പറയും. മോളെ ഇതിൽ ഞാനെന്താ പറയുകയെന്ന് പറയും. ഇതൊക്കെ കേട്ടിട്ട് ജലജ മുകളിൽ നിൽക്കുന്നുണ്ട്. ജലജയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ പറയും ഇങ്ങനെയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാവും, ആദർശേട്ടൻ്റെ ജീവിതത്തിൽ ഞാനില്ലാത്ത പോലെയാണ് ഇപ്പോൾ ആദർശേട്ടൻ കാണിക്കുന്നതെന്ന് പറയുമ്പോഴൊക്കെ സന്തോഷം കൊണ്ട് ജലജയ്ക്ക് എന്താ ചെയ്യേണ്ടത് എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കാൻ ജലജ. അപ്പോൾ പറയും എനിക്ക് പിന്നെ ഇങ്ങനെ നമുക്ക് ഇവിടെ പിടിച്ച് നിൽക്കാൻ ബുദ്ധിമുട്ടാവും അച്ഛാ, ഞാൻ ഇവിടുന്ന് പോകേണ്ടി വരും എന്നൊക്കെ പറയണം. അപ്പോൾ കമ്പനിയിൽ പോലും ഞാൻ ചെല്ലുന്നത് ഇഷ്ടമല്ലാത്ത അവസ്ഥയാണ്, ചെല്ലണ്ടെന്നാണ് പറയുന്നത് എന്നൊക്കെ പറയാണ്. അപ്പോൾ 10 ഇരട്ടി സന്തോഷമായി ജലജയ്ക്ക്. അങ്ങനെ ജലജയെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കാണിക്കുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ പറയും ഇനി എന്താ ഞാൻ ചെയ്യുക എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പറയും നീ ഒരു കാര്യം ചെയ്യുക മോളെ, എനിക്കിപ്പോൾ ആദർശിൻ്റെ കാര്യമാണ്, നിങ്ങൾ രണ്ടാളും മുതിർന്ന 2 വ്യക്തികളാണ്, അപ്പോൾ നിങ്ങളുടെ കാര്യം നിങ്ങളല്ലേ സംസാരിക്കുക, അതിൻ്റെ ഇടയ്ക്ക് ഞാനെന്ത് പറയാനറിയും. അപ്പോൾ പറയും മുത്തശ്ശനും മുത്തശ്ശിയും ഒന്നും ഇപ്പോൾ ഇതിനെ ഒന്നും പറയുന്നില്ല, ഞാൻ അവരോടും പോയി പറഞ്ഞു, അവരെന്താ പറയുക. പിന്നെ ആദർശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനെല്ലാ കാര്യത്തിലും ഒരു ശരിയുണ്ട്. അപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ എന്താ പറ്റിയെന്ന് അറിയില്ല, ഞങ്ങൾക്കൊന്നും പറയാൻ നിവർത്തിയില്ല എന്ന് പറയും. അപ്പോൾ നിങ്ങളുടെ കാര്യം നിങ്ങൾ തന്നെ തീരുമാനിക്കൂ, ഇപ്പോൾ നിങ്ങൾ രണ്ടാളുടെ ഭാഗം പിടിച്ച് ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല, ആദർശം എന്താ പറയണത് അതുപോലെ ചെയ്യാൻ തന്നെയുള്ളൂ ഞങ്ങൾക്ക് പറ്റുക എന്നൊക്കെ അങ്ങനെ പറയാണ് കേട്ടോ. അവിടുന്ന് ഒന്നും പറയാൻ നിവർത്തിയില്ലാണ്ട് ഇവളിങ്ങനെ ആകെ വളരെ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ജലജയ്ക്ക് ഇത് കണ്ടിട്ട് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല. പാൽപ്പായസം കുട്ടകത്തോടു കൂടി കുടിച്ച സന്തോഷത്തിലിരിക്കുകയാണ് 34. കാരണം ഏറ്റവും കേൾക്കാൻ ആഗ്രഹിച്ച കാര്യമാണ് കേൾക്കുന്നത്. കാരണം നയന പറയുന്നുണ്ട് എനിക്ക് പിന്നെ ഇവിടെ പിടിച്ച് നിൽക്കാൻ പറ്റില്ല, ആദർശമായിട്ട് അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ എനിക്കിവിടെ പിടിച്ച് നിൽക്കാൻ പറ്റില്ല, എനിക്ക് ഇവിടുന്ന് പോകാനല്ലാണ്ട് നിവർത്തിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അവിടുന്ന് പറയും ഞാനിത് പറയാനല്ല, നിങ്ങൾ തീരുമാനിക്കുന്ന പോലെ ചെയ്തോളൂ എന്നൊക്കെ അങ്ങനെ പറയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് പോകേണ്ട അവസ്ഥ വരികയാണെങ്കിൽ മോള് പോകല്ലാണ്ട് വേറെ നിവർത്തിയൊന്നുമില്ല, ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല ആദർശനോട് ഇതിങ്ങനെ തീർത്ത് പറയണ്ട ജയനും അജയനും കൂടെ. അത് കഴിഞ്ഞ് കാണുമ്പോഴേക്കും നമ്മൾ ജലജ ഓടിച്ചെല്ലിയാണ്. ജാനകി വിളിക്കുമ്പോൾ ജാനകി എന്തോ തയ്ക്കുകയാണ്, ബ്ലൗസിൻ്റെ എന്തോ ഇന്ന് തയ്ക്കുകയാണ്. അപ്പോഴേക്കും ജാനകിയുടെ അടുത്ത് ചെന്നിട്ട് ജലജ പറയുന്നുണ്ട്, അറിഞ്ഞോ നമ്മുടെ നയന അവിടുന്ന് പോകും മിക്കവാറും, അവർ തമ്മിൽ ആദർശം നയനയും തമ്മിൽ എന്തോ വഴക്കാണ് തോന്നുന്നത്, അവർ തമ്മിലിപ്പോൾ മിണ്ടുന്നില്ല, ആരും ഇപ്പോൾ അവരുടെ ഭാഗം പറയുന്നില്ല, മിക്കവാറും അവർ ഇവിടുന്ന് പോകും എന്ന ലക്ഷണമാണ് കാണുന്നത് എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും എന്താ പറയുക അനാമിക അങ്ങോട്ട് വരിക. അപ്പോൾ മോളെ വാ നിനക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമുണ്ട് വാ എന്ന് പറയും. അപ്പോൾ അങ്ങനെ അനാമികയും ചെല്ലുകയാണ്. അനാമികയും ചെന്ന് എന്താ വയ്ക്കുമ്പോൾ പറയും ആദർശം നയനും തെറ്റി, അവരിനി മിണ്ടില്ല, അവർ പിരിയാൻ നിൽക്കുകയാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ പറയും പിരിയാൻ നിൽക്കുക എന്താണെന്ന് വയ്ക്കുമ്പോൾ പറയും എന്താണ് അവർ തമ്മിൽ എന്തോ വലിയ വഴക്ക് നടക്കുന്നുണ്ട്, ഇപ്പോൾ അതിന് ജയേട്ടനും അവൾക്ക് അനുകൂലമായിട്ടല്ല സംസാരിക്കുന്നത്, ആദർശിൻ്റെ ഭാഗം പിടിച്ചാണ് സംസാരിക്കുന്നത്. അവർ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക, അമ്മയും മകളും അവളെ വീട്ടുകാരും അച്ഛനും അമ്മയൊക്കെ കൂടെ എന്തൊക്കെയോ ഒപ്പിച്ചിട്ടുണ്ട്, അവന് ഇഷ്ടപ്പെട്ട് കാണില്ല, അതുതന്നെയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ പറയും പിന്നെ എന്തായാലും ഒക്കെ അവിടെ പോയിരിക്കട്ടെ. അപ്പോൾ ജലജ പറയും ഇനി അവളുണ്ടല്ലോ പ്രസവിക്കാൻ പോയിട്ട് അവളിങ്ങോട്ട് വരട്ടെ, അവൾ ഞാൻ അവിടെ തന്നെ നിർത്തും, എല്ലാവരും കൂടെ അവിടെ ഇരിക്കട്ടെ എന്ന് പറയും. അപ്പോൾ മൂന്നാമത്തോളെയും കൂടി ഇവിടെ കയറ്റാൻ വേണ്ടി നോക്കിയതല്ലേ, അപ്പോൾ ഇപ്പോൾ 3 ആൾ അവിടെ തന്നെ ഇരിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഇനിയിപ്പോൾ SI വരുന്ന SI വന്നിട്ട് അവളുടെ പാട്ടിന് പോട്ടെ, അങ്ങനെ എന്തൊക്കെയോ സംഭാഷണങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അവിടുന്ന് പിന്നെ എന്തിനു പറയണു അങ്ങനെ ഭയങ്കര വർത്തമാനങ്ങളാണ് ഇവർ തമ്മിൽ. ഇവരെന്തായാലും ആഘോഷിക്കുകയാണ്, നയനയുടെ പതനം ആഘോഷിച്ച് സന്തോഷിച്ചിരിക്കുകയാണ്. കാരണം ഇനി ആദർശ് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് അവളെ വീട്ടിൽ പോയേ നിവർത്തിയുള്ളൂ. അങ്ങനെ ഇവർക്ക് എന്തായാലും ത്രിമൂർത്തികൾക്ക് സന്തോഷിക്കാനുള്ള വക കിട്ടിയിട്ടുണ്ട്. പിന്നെ ദേവയാനിനെ കുറച്ച് ഇത് കാണിക്കുന്നുമില്ല. അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ നന്ദുവിനെ വിളിക്കുന്നുണ്ട്, പക്ഷേ നന്ദു ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ എന്താണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുക, എന്താണ് ഇവിടെ ഫോൺ എടുക്കാത്തത് എന്നറിയാം. ഇപ്പോൾ കാരണം നന്ദുവിനെ അറിയാം, നന്ദു ഫോൺ എടുത്താൽ ശരിയാവില്ല എന്നുള്ളത് നന്ദുവിനെ അറിയാം, അതുകൊണ്ട് നന്ദു ഫോൺ എടുക്കുന്നില്ല, അതിങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, പിന്നെ കാണിക്കുന്നത് എന്താണ് നയന വീട്ടിലേക്ക് ബാഗും തൂക്കിയിട്ട് അങ്ങനെ കയറി ചെല്ലുന്നത്, അതിൻ്റെ മുന്നേ വീണും ഇനിയിപ്പോൾ അവരും കൂടെ ഉള്ളൂ, രേവതിയും കൂടെ രോഹിണിയായിട്ടാണല്ലോ അനാമികയുടെ അമ്മയുടെ പേര്. അപ്പോൾ അവരൊക്കെ കൂടെ രേവതി അപ്പോൾ ആഘോഷിക്കുകയാണ്. അപ്പോൾ പറയും വേണു എന്തോ ഇരിക്കുമ്പോൾ ചായയും കൊണ്ട് വരികയാണ് രേവതി. ചായ കൊടുത്തിട്ട് പറയും വേണുട്ടൻ അറിഞ്ഞു വിവരങ്ങൾ, അവിടെ മോള് വിളിച്ചിരുന്നു, മോള് വിളിച്ചു, ആദർശും
പിന്നെ നയനയും തമ്മിൽ എന്തോ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു. വലിയ പ്രശ്നമാണ് നടക്കുന്നത്. അപ്പോൾ പറയും അവർ തമ്മിൽ എന്തായാലും തെറ്റി പിരിയുന്ന തോന്നുന്നത്, മിക്കവാറും ഡൈവേഴ്സ് ആവും എന്നൊക്കെയാണ് പറയുന്നത് എന്നൊക്കെ പറയും. അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റവളും അവളുടെ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ പിന്നെ നമ്മളെ മോൾക്ക് സ്വാതന്ത്ര്യമായി അവിടെ സമാധാനമായി ജീവിക്കാം, നമുക്കും ഇടയ്ക്കിടയ്ക്കൊക്കെ അവിടെ പോയി നിൽക്കുകയൊക്കെ ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇവർ. അപ്പോൾ അറിയില്ല, ഇനിയിപ്പോൾ അവൻ ആദർശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ മുത്തശ്ശനെ പോലെയാണ്. പിന്നെ ഒരു കാര്യം തീരുമാനിച്ച പോലെയാണ്. അത് ജലജയും പറയുന്നുണ്ട് കേട്ടോ. ഒരു കാര്യം തീരുമാനിച്ച പോലെയാണ്. ഇനിയിപ്പോൾ അറിയില്ല, എന്തായാലും രണ്ടും രണ്ട് വഴിക്കാവും തന്നെ നല്ലതെന്ന് പറയും. ഇപ്പോൾ ഏതറിയോ ഞാൻ ഒരുപാട് അമ്പലങ്ങളിൽ പിന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇവരൊന്ന് തെറ്റി പിരിഞ്ഞെങ്കിലെന്ന് ഞാൻ ഒരുപാട് അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ പറയും ഇനി എന്തായാലും പിന്നെ നല്ലൊരു സന്തോഷ വാർത്ത നമുക്ക് കേൾക്കാം, മിക്കവാറും അവൾ അവിടുന്ന് പടി ഇറങ്ങി പോകുന്ന ലക്ഷണമാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അവരും ആഘോഷിക്കുകയാണ്. എല്ലാവരും കൂടെ ഇപ്പോൾ ഭയങ്കര നയനയുടെ പിന്നെ ഇത് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ നമ്മുടെ എന്താണ് ഇവിടേക്ക് കയറി ചെല്ലും നമ്മുടെ നയന ഒരു ബാഗും പിടിച്ചിങ്ങനെ അന്തം വിട്ടിങ്ങനെ കയറി ചെല്ലുകയാണ്. അപ്പോൾ നമ്മുടെ ഗോവിന്ദൻ അവിടെ ഇരുന്ന് പ്രതിമകൾക്ക് പെയിൻറ്റ് കൊടുക്കുകയാണ് വീട്ടിൻ്റെ മറത്തിരുന്നിട്ട്, ഹാളിൽ ഇരുന്നിട്ട്. അപ്പോൾ ബാഗും തൂക്കി എന്താ പറയുക അവൾ നയന കയറി ചെല്ലുന്നത് ഇങ്ങനെ ഒന്ന്, കാരണം എവിടെയോ ഒരു മിസ്റ്റേക്ക്, കാരണം എന്തോ നഷ്ടപ്പെട്ട പോലെയാണ് അവളുടെ ബാഗും പിടിച്ചും കൊണ്ട് ചെല്ലുന്നത്. അപ്പോൾ ഗോവിന്ദൻ ചോദിക്കണം, മോളെ എന്ത് പറ്റി, എന്താ നീ ഇങ്ങനെ വരുന്നത്, നിനക്ക് എന്താ സംഭവിച്ചത് എന്നൊക്കെ ചോദിച്ചിട്ട് ഗോവിന്ദൻ ചെല്ലും. അപ്പം അച്ഛാ എനിക്കിനി അവിടെ പിടിച്ച് നിൽക്കാൻ പറ്റില്ല അച്ഛാ, ആദർശേട്ടൻ എന്നെ കൈ ഒഴിഞ്ഞ പോലെയാണ്, ആദർശേട്ടൻ ഇനി ഞാൻ വേണമെന്നില്ല, കമ്പനിക്ക് പോലും ഞാൻ ചെല്ലണമെന്ന് നിർബന്ധിക്കുന്നില്ല അറിയാം. അപ്പോഴേക്കും കരകി അങ്ങോട്ട് വരും. മോളെ നീ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, കാര്യങ്ങൾ പറയാൻ സമ്മതിച്ചില്ല അമ്മേ, പിന്നെ അതൊന്നും ആദർശേട്ടനെ കേൾക്കേണ്ടത്ര, ആദർശേട്ടനെ എന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ല എന്ന് പറയും. ഇങ്ങനെയാകുമ്പോൾ ഞാൻ എങ്ങനെയാണ് അവിടെ നിൽക്കുന്നത്, ഞാൻ ഇങ്ങോട്ട് പോകുന്നത്, എനിക്ക് ഇനി അങ്ങോട്ട് പോകാൻ വയ്യ, അമ്മയും അച്ഛനും എന്നെ നിർബന്ധിക്കരുത്, ഞാൻ ഇനി അങ്ങോട്ട് പോവില്ല അറിയാം, എന്നെ ഇഷ്ടമില്ലാത്തടത്തേക്ക് എന്തിനാ അമ്മയെ ഞാൻ പോണത് എന്നൊക്കെ പറയും. അപ്പോൾ പറയും അമ്മ പിന്നെ ദേവയാനിയൊന്നും പറഞ്ഞില്ല, അമ്മയ്ക്കൊന്നും പറയാൻ നിവർത്തിയില്ല അമ്മേ, അതാണ് ആകെ പ്രശ്നം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ പറയും ഇനി എന്താ ചെയ്യുകയെന്ന് പറയുമ്പോൾ, കാരണം അവളും ആലമ്പായിട്ട് വന്ന് വീട്ടിൽ വന്നപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദന് പെട്ടെന്ന് നെഞ്ചുവേദന വരികയാണ്. നെഞ്ചുവേദന വന്ന് അങ്ങനെ കുഴഞ്ഞ് വീഴുന്നുണ്ട്, സോഫയിൽ വീഴണം. അപ്പോഴേക്കും കനകയും പിന്നെ നയനയും കൂടെ ഉഗ്രം കരച്ചിലാണ്, കരഞ്ഞ് അച്ചാച്ചാൾക്കുമ്പോൾ അങ്ങനെ അയാളങ്ങനെ ബോധമില്ലാണ്ട് കിടക്കുകയാണ് സോഫയിൽ. അപ്പം ഇനി വല്ലവരും കണ്ട സ്വപ്നമാണോ എന്നറിയില്ല. എന്തായാലും പത്രമാറ്റും കുറേ റിപ്പീറ്റേഷൻ ആണെങ്കിലും ഗോവിന്ദൻ്റെ അവസ്ഥയിൽ വളരെ സങ്കടകരമായിട്ട് നമുക്ക് തോന്നും. എന്തായാലും ആരും മിസ് ചെയ്യേണ്ട കാണുക പത്രമാറ്റ്. അതുപോലെ എൻ്റെ രാധാസ്വാമി കിച്ചൻ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. പിന്നെ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും വേണം. അങ്ങനെ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. താങ്ക് യു.